ഇപ്പൊ എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോ കൂട്ടുപ്രതിയെ തള്ളി പറയാണ്. അതിന് പറയും ശിശായി ഒന്നുകൂടി പാപിയാവും. അങ്ങനെ പറയും. ശിവന്റെ കൂടെ പാപി കൂടിയ ശിവൻ എങ്ങനെ പാപിയാവുന്നത്? അത് എന്ത് 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 പഴഞ്ചൊല്ലാണത്? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേൾക്കുന്നത്. ഇതിന് ഒരു കാര്യം വ്യക്തമല്ലേ? കേരളത്തിലെ CPM നേതാക്കളും കേരളത്തിലെ BJP നേതാക്കളും കേന്ദ്ര BJP നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളെ തോൽപ്പിക്കാൻ, കോൺഗ്രസിനെയും UDF-നെയും തോൽപ്പിക്കാൻ. അതാണ് അവരുടെ അജണ്ട. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ തൃശ്ശൂരിൽ നോക്ക്, പരസ്യമായിട്ട് നേതാക്കൾ പറഞ്ഞു തുടങ്ങി BJP വോട്ട് ചെയ്യണം, BJP വോട്ട് ചെയ്യണം. നന്നായത്. കാരണം അത്രയും CPM-കാരുടെ വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടും. കാരണം ഏത് CPM പ്രവർത്തകനും, ആത്മാർത്ഥതയുള്ള CPM പ്രവർത്തകനും നേതാക്കന്മാർ പറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, കരുവന്നൂരിൽ ED വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ട. CPM നേതാക്കളെ, പ്രധാനപ്പെട്ട ഒറ്റ നേതാക്കളെ അറസ്റ്റ് ചെയ്യാതെ എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക. എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം ഏത് CPM നേതാവും. പാർട്ടി ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും പേരിട്ട് നിർത്തിയിരിക്കുകയാണ്. അതിനാണ് തൃശൂർ പൂരം വർഗീയതയ്ക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. തൃശൂർ പൂരം എന്നിട്ട് ഒരു കമ്മീഷണറുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചു, ഇല്ലേ? ആ കമ്മീഷണർ രാത്രി മുഴുവൻ അഴിഞ്ഞാടി എന്ന് പറയുന്നത്. രാത്രി മുഴുവൻ ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ K. രാധാകൃഷ്ണൻ അടക്കമുള്ള 2 മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പുണ്ട്, ADGP ക്യാമ്പുണ്ട്. മുഖ്യമന്ത്രി ഉറങ്ങിപ്പോയോ? ഒരു കമ്മീഷണർ ഒരു സ്ഥലത്ത്, ഒരു സിറ്റിയില് തൃശൂർ പൂരത്തിന്റെ സ്ഥലത്ത് അഴിഞ്ഞാടുമ്പോ ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സീറ്റിലിരിക്കാൻ യോഗ്യനല്ല. അവ അറിഞ്ഞിട്ട് മനഃപൂർവ്വം BJP-യെ സഹായിക്കാൻ പ്ലോട്ട് ഉണ്ടാക്കി കൊടുത്താണ്, ഒരു വർഗീയത ഉണ്ടാക്കി മനഃപൂർവ്വം അത് ചെയ്താണ്. ഇപ്പൊ സംഭവിക്കാൻ പോണ എന്താ? മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഒരു സീറ്റ് പോലും ജയിക്കില്ല. അപ്പൊ ഇനി ഒരു ബലിയാട് വേണമല്ലോ. വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഒരു വിധിക്കപ്പെട്ടവൻ വേണ്ടേ? എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ഉപദേശമാണ് ജയരാജൻ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളാണ് മുഖ്യമന്ത്രി. VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആളുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ. ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല, സഹപ്രവർത്തകരൊന്നും കുറിച്ച് പറയുന്നില്ല. ഇപ്പോ EP ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഉള്ള കാരണക്കാരനായി ഇത് കഴിയുമ്പോൾ ഉള്ള ബലിയാടാക്കി മാറ്റും, വിധിക്കപ്പെട്ടവനായി സത്യത്തിൽ. അപ്പോ ഞങ്ങൾക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ പറയുന്ന കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടായി. ഞങ്ങൾ തുടക്കം മുതൽ, തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ UDF പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് വന്നിരിക്കുന്നു. അതാണ്. അല്ല, പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു, ഒളിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇപ്പൊ ഒറ്റ സംശയം അത്രയേ ഉള്ളല്ലോ. എല്ലാം പുറത്തു വന്നപ്പോ ജാവദേക്കർ ജയരാജന്റെ വീട്ടിലേക്കാണോ പോയത്? മകന്റെ വീട്ടിലേക്കാണോ പോയത്? ജയരാജൻ ജാവദേക്കർ താമസിക്കുന്ന സ്ഥലത്തേക്കാണോ പോയെന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. എന്തിനാ പോയതെന്ന് ഇവര് പറയുന്നില്ലല്ലോ. എന്നിട്ട് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുക. ജാവദേക്കറുമായി ചർച്ച ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഞങ്ങളുടെ ചോദ്യം. കേരളത്തിലെ BJP-യുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി മുഖ്യമന്ത്രിയും LDF കൺവീനറും പല പ്രാവശ്യം എന്താണ് സംസാരിച്ചത്? അല്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് യാതൊരു തെളിവുമില്ല. ആരെ പറ്റി പറയാമല്ലോ? CPM-നെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഞങ്ങളെ ആരെയും 2-3 പേരും പേരും കൂടി പറയല്ലോ. വേണം എന്റെ പേരും കൂടി പറയാറുണ്ട്, കുറെ പേര്. അതിനൊന്നും ഒരു തെളിവില്ലല്ലോ. ഇപ്പൊ പറയണതിന് യാതൊരു തെളിവില്ലല്ലോ. മറ്റത് സമ്മതിച്ചല്ലോ, ശരിയല്ലേ? മറ്റത് വെറുതെ പറയല്ലേ, ഒരു തെളിവുമില്ല, ഒരു സ്ഥലത്ത് പോയില്ല, സംസാരിച്ചിട്ടില്ല. ഇത് തെളിവ് സഹിതം വന്നാല് ഞങ്ങൾ ഇന്നലെ ആരെയും ഏറ്റുപിടിച്ചില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനു മുമ്പേ നന്ദകുമാർ ഒന്ന് സംസാരിച്ച ഞങ്ങളെ ഏറ്റുപിടിച്ചില്ല. എന്നോട് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശോഭാ സുരേന്ദ്രനും നന്ദകുമാരൊന്നും പറഞ്ഞത് ഏറ്റുപിടിക്കാനുള്ളവരല്ല ഞങ്ങൾ. കാരണം എന്താ? അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അവരാണ് തെളിയിക്കേണ്ടത്. ഇപ്പൊ വന്ന് പ്രതികൾ, അവരെ ആരോപിക്കപ്പെട്ട പ്രതികൾ വന്നെന്ന് സമ്മതിച്ച സ്ഥിതിയിലാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത്. ഞാനിപ്പോ വന്ന് ഇല്ലെങ്കിൽ നന്ദകുമാറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേയാളുടെ കാര്യത്തിലൊന്നും ഞങ്ങൾ സംസാരിച്ചില്ലല്ലോ. ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. കാരണം അതൊക്കെ ഏറ്റുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ചിലപ്പോൾ. ഇപ്പൊ അതല്ല. ഇപ്പോ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു പ്രകാശ് ജാവദേക്കറെ കണ്ടതുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ കുഴപ്പമില്ല. ഞാൻ എന്റെ മകന്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവദേക്കർ സംസാരിച്ചിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് അല്ലേ? ആദ്യം തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ജയരാജൻ NDA-യുടെ കൺവീനറാണോ LDF-ന്റെ കൺവീനറാണോ? നിങ്ങൾ അതൊക്കെ അടിവരയിട്.
നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചല്ലേ. ജയരാജൻ എൻ ഡി എയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ ഞങ്ങൾ ചോദിച്ച ചോദ്യമല്ലേ. അടിവരയിട്ട് ആര് പറഞ്ഞു? അതെങ്ങനെ അടഞ്ഞ അധ്യായമാണ്? അത് 6.5 കൊല്ലമായിട്ട് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. 22 പ്രാവശ്യം രജിസ്ട്രിയിലും 38 പ്രാവശ്യം കോടതിയിലും മാറ്റിവെച്ചതാണ്. CBIയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ആ കേസിൽ ഹാജരാകാത്തത് ഇവർ തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ എപ്പോഴേ പറഞ്ഞാണ്. ധാരണയുടെ ഭാഗമാണ്. പിന്നെ അതെങ്ങനെ അടഞ്ഞ അധ്യായം? സുപ്രീം കോടതിയുടെ മുമ്പിൽ CBI ഫയൽ ചെയ്ത പെറ്റീഷൻ എങ്ങനെ അടഞ്ഞ അധ്യായമാണ്? അല്ല, അത് തൃശ്ശൂർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ മുഴുവൻ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും തമ്മിലുള്ള ധാരണ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നിങ്ങൾ എല്ലാ വാർത്ത എഴുതി, നിങ്ങൾ പാവങ്ങളാണ്. മാസപ്പടിയിൽ ED പിടിമുറുക്കുന്നു. പിടിമുറുക്കിയത് അതിനല്ല, ഇത് മറ്റേ പിടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിടി മുറക്കുന്നത്. നമ്മളതറിയാതെ നിങ്ങൾ മാധ്യമങ്ങൾ എഴുതി, നമ്മളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു. ED പിടിമുറുക്കി ഇപ്പൊ ശരിയാക്കും. കരുവന്നൂരിൽ ED പിടിമുറുക്കുന്നു, മാസപ്പടിയിൽ ED പിടിമുറുക്കും. ഇപ്പൊ പിടിമുറുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരാളെ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല, ഒരാൾക്ക് പോലും നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ പുതിയതായിട്ട്. അത് തന്നെ. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണോ ചോദിച്ചപ്പോൾ ഒഫൻഡായി? അല്ല, അദ്ദേഹം പൊട്ടിത്തെറിക്കും. അദ്ദേഹം ഏത് ചോദ്യം ചോദിച്ചാലും പൊട്ടിത്തെറിക്കും. അദ്ദേഹം ഇങ്ങോട്ട് പറയണം മാത്രം കേൾക്കാം. മനസ്സിലായി? ഞാൻ പണ്ട് ആകാശവാണി വിജയൻ എന്ന് പേരിട്ടതുകൊണ്ടാണ്. ആകാശവാണിയിൽ നമ്മൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആകാശവാണിയോട് ചോദിക്കാൻ പറ്റുമോ? റേഡിയോയോട് തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, കേട്ടിട്ട് പോകുന്ന തിരിച്ച്. മനസ്സിലായില്ലേ? അത് സംസ്ഥാന സർക്കാരിന്റെ അദ്ദേഹത്തിന് അറിയാലോ ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന്. അപ്പൊ നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂടാവുക. എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? കഥ തീർന്നില്ലേ?